ഞാൻ എവിടെയാ ഉള്ളത് നിനക്ക് അറിഞ്ഞൂടാ. ഇതാണ് അവസ്ഥ. എൻ്റെ ചുറ്റും നടക്കുന്നതെന്നാ നോക്കി നോക്ക് നിങ്ങൾ. എൻ്റെ ചുറ്റും ബലൂണുകൾ പറക്കുക. ഈ ഒരു ഫീലിംഗ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ആദ്യമായിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഞാനിത് ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഈ ഒരു സംഭവം. കപ്പഡോക്കിലെ മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. കേവ് ഹോട്ടലിൽ നിന്ന് അതിപ്പോൾ നിൽക്കുന്നത്. ഞാൻ മുമ്പ് വന്നപ്പോൾ നോർമൽ ഹോട്ടൽ, അതൊരു ഗ്രൂപ്പ് പാക്കേജിൽ അധികം ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ കേവ് ഹോട്ടലിൽ വന്നിട്ട്, സ്വന്തം വേണ്ട കേവ് ഹോട്ടലിൽ വന്നിട്ട് രാവിലെ എണീച്ച ആ ബലൂണിൻ്റെ വ്യൂ 2 ദിവസം നിൽക്കണം. രാവിലെ ഒന്ന് നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന വ്യൂ ഉണ്ടാവും, 2 നമ്മൾ ബലൂണിൽ കയറിയിട്ടുള്ള വ്യൂ. ഇത് മസ്റ്റ് എക്സ്പീരിയൻസ്. കുറച്ച് റേറ്റും കാര്യങ്ങൾ അതിനുണ്ടെങ്കിലും ഇത് മസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഇൻഷാ അല്ലാഹ് കൂടുതൽ ഞാൻ വീടിൻ്റെ വീഡിയോകളും കാര്യങ്ങളും ഞാൻ അറിയിക്കുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ വ്യൂ ആണ് കപ്പഡോക്കിന്ന്. ഓ, ഒന്നും പറയില്ല. റൂം ഇതാട്ടോ. റൂമിൽ നിന്ന് പുറത്തിറങ്ങിയുള്ള വിൻഡോ നിന്നുള്ള അടിപൊളി വ്യൂ ഉണ്ട്. പുറത്തുനിന്നുള്ള വ്യൂ കാണിച്ചു തരാം. ഇപ്പം കാണിച്ചു തരാം. ഇതാണ് വ്യൂ. കപ്പഡോക്യ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടോ. ഞാൻ പറയില്ലേ, ഞാൻ ഇതുവരെ കപ്പഡോക്കിയിൽ വന്നിക്കില്ല. കപ്പഡോക്കിയിൽ വന്നിക്ക് നോർമൽ ഹോട്ടലിൽ നിൽക്കുക. അത് നോർമൽ ഗ്രൂപ്പ് പാക്കേജിൻ്റെ കൂടെ വന്നത്. പക്ഷേ ബലൂണിൻ്റെ ഈ പൊങ്ങുന്ന സാധനം നമ്മളൊന്നും കണ്ടിക്കില്ല. പക്ഷേങ്കിൽ ഇന്ന് ഞാനിത് കണ്ട് കേവ് ഹോട്ടലിൽ നിന്ന് ഇവിടുത്തെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ഉണ്ട്. കേവ് ഹോട്ടലിൻ്റെ ടോപ്പിൽ ഏകദേശം ഇവിടെ നിന്നുള്ള വ്യൂ 1, 2. രാവിലെ എണീച്ചപ്പോൾ ഈ ചുറ്റും എൻ്റെ ചുറ്റും മുഴുവനും മറ്റേതാ ബലൂണാണുള്ളത്. കണ്ട എല്ലായിടത്തും ഉണ്ട്. അതൊരു വേറെ ഫീലാട്ടോ. വേറെ ഫീൽ എന്ന് പറയാം. എത്ര ആൾക്കാർ രാവിലെ വന്ന് കയറി ഇത് കാണാൻ. ഞാൻ വിചാരിച്ചിട്ടില്ല നമ്മളെ റൂമിൻ്റെ മേലെ നിന്ന് കാണാൻ പറ്റുമോ. നമ്മളെ ഇതുണ്ടായിരുന്നു, കൂടെ വന്ന ആളുണ്ടായിരുന്നു, അയാൾക്ക് ഇന്നുണ്ട് ബലൂൺ. അപ്പോൾ അയാൾ രാവിലെ എണീച്ച് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ച അത്രേ ഉള്ളൂ, കാണാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ച്. പക്ഷേങ്കിൽ ഇത് കാണാൻ പറ്റി, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. വേറൊന്നും വേണ്ട. ഇതൊരു വേറെ ഫീലാണ്. സത്യം പറയാലോ, ഭയങ്കര ഫീലാണ്. ഞാൻ നല്ലപോലെ ആസ്വദിക്കുന്നുണ്ട്. ഞാൻ കുറേ നേരം ആസ്വദിച്ച് പിന്നെ വീഡിയോ എടുക്കുന്ന ഒന്നാണ്. കാരണം ഈ ഭാഗത്ത് സൺറൈസ് ഉണ്ട്, നേരെ ഈ ഭാഗത്ത് ബലൂണെല്ലാം ഇങ്ങനെ പൊങ്ങിയാ നടക്കുന്നുണ്ട്. അത് വേറെ രസമുണ്ട് കേട്ടോ. അവിടുന്ന് പൊങ്ങാൻ പോകുന്നത് അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാ റാത്തല്ലേ? അങ്ങനെ ഡേ 1 ഇൻ കപ്പഡോക്യ. ഡേ 1 എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി എത്തി. അപ്പോൾ ഇന്നലെ കുറച്ച് നേരം ആസ്വദിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ചങ്ങായിമാരായിട്ട് വന്ന് അവർ വേറെ വൈബായിരുന്നു. ചങ്ങായിമാരായിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. പക്ഷേങ്കിൽ മെയിൻ സാധനം ഞാൻ കണ്ടിക്കില്ല. മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബലൂണ് പറക്കുന്നത്. ഞാനിപ്പോൾ ഇതുവരെ അതിൽ കയറിയിട്ടില്ല. ഞാൻ ഒരു പ്രാവശ്യം കപ്പഡോക്യ വന്നിട്ടുള്ളൂ. നമ്മൾ ഇസ്താംബുളിൽ ഏകദേശം സ്ഥലത്തൊക്കെ കവർ ചെയ്ത്, എന്നാലും ഉണ്ട് കവർ ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങൾ. പിന്നെ കപ്പഡോക്കിയിൽ വന്നപ്പോൾ ഉണ്ടല്ലോ, ആ ഒരു ഫീല് വേറെ തന്നെയാണ്. കാരണം കേവ് ഹോട്ടലൊക്കെ ഉണ്ട് സെറ്റാ. കേവ് ഹോട്ടലുള്ള ഗ്രൂപ്പ് ടൂർ പാക്കേജൊക്കെ ഉണ്ട് സെറ്റ്. നമ്മളൊരു നോർമൽ ഹോട്ടലും കാര്യങ്ങളായിരുന്നു. പിന്നെ നമ്മൾ ആകെ പോയത് മറ്റേ ബഗ്ഗി റൈഡ്, അതൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ മിസ് ചെയ്തൊരു സാധനം ഇതായിരുന്നു, ബലൂണ് കയറണം. അതെനിക്ക് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ ബക്കറ്റ് ലിസ്റ്റാണ്, ഞാൻ ചെയ്യും, ഇൻഷാ അല്ലാഹ് ചെയ്യും. പക്ഷേങ്കിൽ ഇവിടെ വന്നത്, ഇവിടുന്ന് ആ കേവ് ഹോട്ടലിൽ നിന്നത്, എൻ്റെ കൂടെ ഒരു ക്ലൈൻറ്റ് ഉണ്ട്, അയാൾ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. അയാൾ പറഞ്ഞു ഇനിയുണ്ട് സെറ്റാണ്.
ചിലവും കാര്യങ്ങളും അയാളെ നോക്കും, കാരണം നമ്മൾ ഗൈഡായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു മര്യാദയ്ക്ക് എന്താണ് എനിക്ക് കപ്പഡോക്കിയനെയും ട്രാപ്പ് സോണിനെ പറ്റി വലിയ അറിവില്ലാന്ന്. അപ്പോൾ ഒരു പറഞ്ഞു കുഴപ്പമില്ല, ഇനി കൂടെ വന്നോന്ന് പറഞ്ഞു. അപ്പോൾ ആ ആള് എന്നോട് മെസ്സേജ് അയാൾക്ക് കിട്ടിയ ആ കമ്പനി കാരനാണ് അയാൾ എന്നെ വിളിച്ചത്. അപ്പോൾ അതിന് എനിക്ക് ഭയങ്കര എത്രയോ താങ്ക്സ് പറയണ്ട അയാളോട്. കാരണം ഞാൻ ഇതുവരെ മര്യാദയ്ക്ക് കാണാത്ത സ്ഥലത്തിൽ അയാൾ എന്നെ കൊണ്ടുപോയി പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അത് അയാളിൽ നിന്ന് അയാളായിട്ട് കമ്പനി കാരണം അയാൾ തന്ന ഒരു കംഫർട്ട് കാരണം നമുക്ക് അയാളോട്ടുള്ള എന്ത് പറയാനുള്ള ഒരു ഫ്രീഡം ഉള്ളത്. അപ്പോൾ അത് കാരണം അയാൾ എന്നെ ഇവിടെ കൊണ്ടുവന്നു. അതിലെനിക്ക് അയാളോട് എത്ര പറഞ്ഞാലും താങ്ക്സ് പറഞ്ഞാലും മാറൂല. അത് നമ്മൾക്ക് എല്ലപ്പോൾ ഉണ്ടാവും ഈ ഒരു ഇത്. അങ്ങനെ ഞാൻ കപ്പഡോക്കിലെത്തി. കേവ് ഹോട്ടൽ, ഞാൻ ഇതുവരെ നിൽക്കാത്ത കേവ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഹോട്ടലിൻ്റെ റൂമൊന്നും വലിയ മീൻസ് രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേങ്കിൽ അത്ര വലിപ്പവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേങ്കിൽ ഇവിടുന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ഉണ്ടല്ലോ, സംതിങ് എൽസ് എന്ന് പറയില്ലേ. രാത്രി വേറെ വൈബ്, രാത്രി ഫുള്ള് ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ട് സ്ട്രീറ്റ്, നമുക്ക് ഇവിടുന്ന് സ്ട്രീറ്റ് ഫുള്ള് കാണാം. കാരണം ഇത് ടോപ്പിലുള്ളത്. ഞാൻ ഉള്ളത് കെൽബെക് സ്പെഷ്യൽ കേവ് ഹോട്ടലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഹോട്ടൽ എങ്ങനെയാണ്, പിന്നെ ഇവിടുന്ന് പുറത്തോട്ട് എങ്ങനെയാണ്. രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അപ്പോൾ അത് കഴിക്കാൻ പോകണം. അപ്പോൾ അതിൻ്റെ വീഡിയോസും വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നു ഇൻഷാ അല്ലാ. ഇതാണ് നമ്മളെ ഡോറ്, നമ്മളെ പഴയ കാലത്തുള്ള ടൈപ്പ് പോലത്തെ ഒരു ഡോറാണ്. ലോക്കലും കണ്ടില്ല, ഇത് ഇങ്ങനെ ലോക്കാക്കുക, പിന്നെ ഈ സാധനം പൊക്കുക, എന്നിട്ട് അങ്ങനെയാണ് സെറ്റപ്പ്. അപ്പോൾ റൂം കാണിച്ചെൻ്റെ, ഇതാണ് റൂം. സംഭവം അടിപൊളി കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു എസ്തറ്റിക് വൈബുള്ള റൂമാണ്. ഒരു 0.5 തരാം. ഇങ്ങനെ റൂമുള്ള ഇവിടെ ഒരു ബെഡ് ഉണ്ട്. ഇവിടെ അയാൾ ജസ്റ്റ് നമുക്ക് വേണ്ടി ഒരു ബെഡാക്കി തന്നതാണ്. അപ്പോൾ സെറ്റായി. പിന്നെ ഒരു നോർമൽ കോഫി കാര്യങ്ങളും ഇതൊക്കെ ഉള്ളൊരു സ്ഥലം, കോഫി ടീ ഇതൊക്കെ എന്തെങ്കിലും വേണമെങ്കിലും ജസ്റ്റ്. പിന്നെ നമ്മുടെ ടേബിളും സൈഡ് ടേബിളും കാര്യങ്ങളുണ്ട്, TV ഉണ്ട്, ഒരു ബാത്റൂം. ഇത്രയുള്ളൊരു സെറ്റപ്പ്. പക്ഷേങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഗുഹേൻ്റെ ഉള്ളിലൊക്കെ നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. പക്ഷേ ഇവിടുന്ന് ഈ പുറത്തോട്ടേക്കുള്ളൊരു വ്യൂ ഉണ്ടല്ലോ, ഇത് വേറെ സംഭവം. ഇത് ഇവിടുന്നല്ലേ ബലൂൺ വറക്കുന്നുണ്ട് അവിടെ. ഞാൻ ബലൂണിൻ്റെ വീഡിയോ ഉണ്ട്, അതിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ പിന്നെ ബാത്റൂം ഒരു ചെറിയ സെറ്റപ്പാണ്. ഒരു ചെറിയ സെറ്റപ്പിൽ നല്ല രീതിയിൽ. പക്ഷെ ഒരു രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ. അപ്പോൾ റൂം അത്രയേ ഉള്ളൂ. റൂം ഏകദേശം ഒരു ഫുൾ വ്യൂ കിട്ടണേ ഇതാ ഇങ്ങനെ ഉണ്ടാവുക ഈ ഒരു സെറ്റപ്പിൽ. ഫുഡ് നമുക്ക് റെഡിയാക്കി. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാം. ചാവിയും സെറ്റപ്പ് ആട്ടോ. ചാവി നമ്മളെ പഴയ കാലത്തുള്ള ചാവിയെല്ലാം പോലില്ലേ, മറ്റേ എന്തിനും പറയാം, അമ്പലമല്ല പഴയ വീടിനെന്ന് പറയാ, പക്ഷെ മറന്നല്ലോ. അത് നിങ്ങൾക്ക് അറിയാം, കമൻറ്റ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ ഉണ്ടല്ലോ, ഇതാണ് സംഭവം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വരിക. ലോക്ക് ചെയ്ത് സെറ്റായി. റൂം ഇതാട്ടോ, റൂം നമ്പർ 4. ഇനി പുറത്തു പോവല്ലേ. ഇതാണ് സെറ്റപ്പ്. എൻ്റെ മോനെ, ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ വേറെ ഒന്നും വേണ്ട. ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ, ഈ കേവ് ഹോട്ടലിൻ്റെ പ്രത്യേകത എന്താ അറിയോ, ഓരോ സ്ഥലത്തു നിന്ന് നമുക്ക് ഓരോ ലൊക്കേഷനിലേക്ക് പോകാന്നുള്ളതാണ്. ബലൂൺ മറക്കുന്നുണ്ടോ? ഇതൊക്കെ അവസാനത്തെ രാവിലെ കുറേ പറഞ്ഞു, ചുറ്റും ബലൂണായിരുന്നു. അതിൻ്റെ വീഡിയോസ് എൻ്റെ അടുത്തുണ്ട്. ഇതൊക്കെ ഒരു വെയിൽ അതിന് ശേഷം പറക്കുന്നതാണ്. അവൽ സുബൈക്ക് എന്ന് പറഞ്ഞാൽ നേരം വെളുക്കുന്ന ആ ടൈമിലാണ് ബസ് വരിക. നമ്മളാൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പിന്നെ എന്തായാലും അയാൾ വരുന്നുണ്ട്. അയാൾ ഓൺ ദ വേ, മീൻസ് അവിടുന്ന് സംഭവം കഴിഞ്ഞ് ലാൻഡായി 2 മണിക്കൂറുണ്ടോ? ഇത് 2 മണിക്കൂറോ 1 മണിക്കൂറോ? 2 മണിക്കൂറാണ് തോന്നുന്നു. 2 മണിക്കൂർ ഇത് ചെയ്യും. മേലോട്ടുനിന്ന് പിന്നെ തിരിച്ചു വരും, വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ. അപ്പോൾ ഓരോ റേറ്റ് ആയിരിക്കും. 100-നുണ്ട്, പിന്നെ 130 യൂറോ ഉണ്ട്,
പക്ഷേ റേറ്റ് ഉണ്ടോ, അത് കയറുന്നതിൻ്റെ മുമ്പ് റേറ്റ് നോക്കിയാൽ കുറച്ച് സീനാന്ന് പറയും. പക്ഷേ അത് കയറി ആ പൈസക്ക് മുതലാന്നാണ് ആൾക്കാർ പറയുന്നത്. എന്നോടിപ്പോൾ ഓനും വിളിച്ച്, ഓനാ ഒരു ഹൈപ്പിൽ ഒരു വിളിച്ചെന്നെ അവനോട് പറഞ്ഞിങ്ങനെ സീനാട്ടോ പോയിക്കില്ല നഷ്ടമാവിനെന്നുള്ളത്. അപ്പോൾ അത് വേറെ വൈബാ. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ഒരു ചെയറിലുണ്ടല്ലോ, ഈ ഒരു ചെയറിൽ ഇന്നലെ കുറേ ഇരുന്നിട്ട് ആടുന്ന് കണ്ട വ്യൂ ആയത്. ഇന്നലെ ഇവിടെ ഫുള്ള് മറ്റേ ലൈറ്റും കാര്യങ്ങളായിരുന്നു. അങ്ങനത്തെ ഒരു വൈബാണ്. ഫുള്ള് ലൈറ്റ്, സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ട് ഒരു ഗോൾഡ്, ഒരു സൂക്ക് വൈബ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു സെറ്റപ്പ്. രാവിലെ വേറെ വൈബ്. സൺറൈസ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയില്ല. കാരണം സൺറൈസിൻ്റെ ബലൂണ് കൂടി പൊങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ടെറസിൽ നിന്ന് ഒരു വ്യൂ ഉണ്ട്. സ്പീച്ച്ലെസ് എന്നെല്ലാം പറയില്ല, അതേ അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അവിടെ പോയേക്കണം. എന്താ മെനുവും കാര്യങ്ങളും അതെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആണല്ലോ. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആണ്. ഞാനിപ്പോൾ എന്തായാലും വരട്ടെ, ഒരുമിച്ച് ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ എന്തായാലും കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു തരാം ഇവിടുന്ന് എങ്ങനെയാണെന്നുള്ള സംഭവം. ഓക്കെ, അതാണ് നമ്മുടെ റൂം. ഈ ചെയറിട്ടതിൻ്റെ അവിടെ ഉള്ളൊരു റൂമുണ്ട്, അതാണ് നമ്മുടെ റൂം, ആ സാധനം. പിന്നെ ഇത് വ്യൂ, ഇത് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് നല്ലൊരു വ്യൂ ഉണ്ട്. അതിൻ്റെയും ടോപ്പുണ്ട്. അതിൻ്റെയും ടോപ്പിലാണ് ടെറസ് ഉണ്ടാവുക. അവിടെ നിന്നാണ് ബലൂണിൻ്റെ പൊങ്ങുന്ന സമയത്തുള്ള വ്യൂ ആണ്. പക്ഷെ നല്ല രസമുണ്ട്, നല്ലൊരു എസ്തെറ്റിക്സ് ആണ്. ഇതാണ് കേവ് ഹോട്ടലിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നമ്മൾ റൂമിൻ്റെ മേലെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മേലെ പോയി നോക്കാം, അവസ്ഥ നോക്കട്ടെ. ഇന്നലെ പോയിക്കില്ല. എല്ലായിടത്തും ഒരു ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അത് രസമുള്ള ഫോട്ടോ എടുക്കാനുള്ള സംഭവം ഉണ്ട്. വേറെന്തോ ആണ്, ഇത് തന്നെ എല്ലായിടത്തുള്ള ഒരു ജസ്റ്റ് നോർമൽ ഏരിയ. ഓ, അത് ബലൂണത് വർക്കുന്നത്. ഇത് ലാസ്റ്റത്തെ ആയിരിക്കും. ആ ഒരു സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്തു നിന്നാണ് മറ്റേ നേരത്തെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തത്. നമുക്ക് എന്തായാലും ഒന്ന് മേലോട്ട് പോയി നോക്കല്ലേ. ഗുഡ് മോർണിംഗ് പൂച്ച സാർ. പിന്നെ പൂച്ചകൾ ഏകദേശം ഇവിടെ എല്ലായിടത്തും ഉണ്ടാവും. നമ്മളൊരു പുറത്തുള്ളൊരു വ്യൂ. ഇതാണ് ഹോട്ടൽ. പൂച്ചകൾ ഇവിടെ ഉണ്ടോ ഒന്നുകൂടി ഇതോടെ സെറ്റപ്പ്. എന്ത് രസം പറയാം. എന്ത് ഇവിടുത്തെ ആർക്കിടെക്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആർക്കിടെക്ചർ, ഒരു പ്ലേസ് ചെയ്ത സാധനങ്ങളുടെ രീതി ഒക്കെ ഭയങ്കര രസമാണ് കേട്ടോ. എന്താ, ഇനിയൊരു പൂളും ഉണ്ട്. ഈ തണുപ്പത്ത് പൂളിൽ പോയി മരവിച്ചു. കാരണം അമ്മാതിരി തണുപ്പുണ്ട്. ഞാൻ ടീഷർട്ട് എടുത്ത് നോക്കണ്ട, അത് എനിക്കുള്ളൊരു വട്ട. അത് ചങ്ങായിമാരെല്ലാം പറയാറുണ്ട്. ഇതാണ് സെറ്റപ്പ്. നോക്കിയ ആ വെയില് ഈ മലകളിൽ അടിച്ചപ്പോൾ ഉണ്ടല്ലോ, വെയിലടിച്ചപ്പോൾ വേറെ ഒരു ഭംഗിയാണ്. ആ സർട്ടിഫിക്കറ്റിലിട്ട് ഇതാണ് നമ്മളെ കക്ഷി. അതില്ല, വൃത്തിയില്ല. ബലൂണ് കയറി ആ സ്റ്റൈലാക്കാൻ വന്നതാ. ബലൂണ് കയറി സർട്ടിഫിക്കറ്റ് കാണിച്ചാ. ഓ സെറ്റപ്പ് കേട്ടോ. ഇവിടുന്ന് ഒരു അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാല് നമുക്ക് പൂളൊന്ന് കണ്ടോക്കാം. പൂളിൽ ഇതുവരെ വന്നിക്കില്ല. ഇതിന്റെ വ്യൂ ഉണ്ടല്ലോ, ചാടിയ രാവിലെ ചാടണം ശരിക്കും. ആ മറ്റേ ബലൂൺ പോകുന്ന നേരം നടക്കൂല, നല്ല തണുപ്പായിരുന്നു. കൈ മരവിച്ച് വെക്കൻ്റെ. ചാടിക്കില്ല. 2 ബലൂൺ അതാ പൊങ്ങുന്നു. ഷോപ്പ് വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് ആളില്ലേ. എന്തായാലും സംഭവം സെറ്റപ്പ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടും എല്ലാം ചുറ്റും ഭയങ്കര അടിപൊളിയാ. ആ അതാ റൂമിൻ്റെ ഇത് വയ്ക്കുന്നത്, വഴി വയ്ക്കുന്നതാ റൂം. അതിലൂടെ അങ്ങനെ കേവ് മീൻസ് ഞാൻ ഇന്നലെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. രാത്രി ഫുഡ് കഴിക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ എന്താണ് വഴി മനസ്സിലാവുന്നില്ല. കാരണം നമ്മളൊരു വഴി കൂടി പോയാൽ എല്ലാം ഹോട്ടൽ വഴി പാസ് ചെയ്താൽ പോകാൻ പറ്റും. അല്ലാണ്ട് വേറെ ഹോട്ടലിന് വേറെ എൻട്രി അല്ല. ഒരു ഹോട്ടലിൻ്റെ എൻട്രി തന്നെ വേറെ ഹോട്ടലിലേക്ക് പോകാൻ പറ്റും.
നല്ല തണുപ്പുണ്ട്. ഞാൻ ആ പൂളിൻ്റെ സെക്ഷനിൽ പോയി അവിടെ വെയിൽ അടിക്കുന്നില്ല. ഞാൻ മറ്റേ ചെരുപ്പില്ലേ, ഈ ചെരുപ്പിട്ടാണ് പോയത്. ആ ചെരുപ്പിട്ട് പോയാൽ മറ്റേ ഐസായിട്ട് വെളുത്ത ഐസിട്ട് മറ്റേ ഇത് പറ്റുന്നു ചെരുപ്പ്. കാരണം ഐസിലിങ്ങനെ ഇതായിട്ട് വെള്ളവും ഐസുമായിട്ട്. കാരണം ഇന്നലെ ഇവിടെ മഞ്ഞേനു, ഇന്നലെ ഭയങ്കര മഞ്ഞാന്നാണ് കേട്ടെ. അങ്ങനെ ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ ആൾ വന്ന്. പക്ഷേങ്കിൽ ഇവിടെ എത്തുമ്പോഴത്തേക്ക് മഞ്ഞ് കഴിഞ്ഞു. കാരണം നല്ല വെയിലുണ്ട്, അപ്പോൾ പെട്ടെന്ന് ഉണങ്ങുമല്ലോ. പക്ഷേ തണുപ്പുണ്ട്. വെയിലും തണുപ്പ് വേറെ തന്നെ ഫീലല്ലേ. ഈ വെയിലിങ്ങനെ അടിക്കുന്നതിന് പക്ഷേ നല്ല തണുപ്പുണ്ട്. 5 ഡിഗ്രി ആയിട്ട് ഉണ്ട് തോന്നുന്നു. അപ്പോൾ തണുപ്പും കൈ മരവിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ വെയിലും അടിക്കുന്നുണ്ട്. അപ്പോൾ ബാലൻസായി. പിന്നെ അയാൾ വേറെ റൂമിൽ പോയെന്താ, അയാൾ കൈ വിറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ തണുപ്പ് നമുക്കൊരു വികാരമാണ്. ഞാൻ ചൂടത്തുള്ളിലാണെങ്കിൽ തണുപ്പത്ത് പുറത്തേക്കും ആര് സംഭവം വല്ലാത്ത ജീവിയാണ്. അപ്പോൾ ഇനി ഇവിടെ ജസ്റ്റ് ഈ സ്ഥലങ്ങൾ കറങ്ങണം. കപ്പഡോക്കിയയിലെ കുറച്ച് മെയിൻ സ്പോട്ടുകൾ കറങ്ങണം. വണ്ടിയെടുത്ത് വന്നത് ഇസ്താംബൂളിൽ നിന്ന്. അപ്പോൾ വണ്ടിയെടുത്ത് പോയി കറങ്ങണം. എന്നിട്ട് ഇന്നും ഇവിടേക്ക് സ്റ്റേ, നാളെ ഇറങ്ങുള്ളൂ ഇവിടുന്ന്. നോക്കട്ടെ എന്താ അവസ്ഥ. കാക്കാൻ്റെ കാക്ക വന്നതിൻ്റെ ഒരു ഹൈപ്പിലുള്ള ഭയങ്കര സംഭവം എന്ന് പറഞ്ഞത്. ഞാൻ ഇവിടെ നിന്ന് കണ്ടതിലേക്ക് ഭയങ്കര ഹൈപ്പില്ല. അത് വേറെ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകില്ല. ബ്രേക്ക്ഫാസ്റ്റ് 50 യൂറോ എന്ന് പറഞ്ഞാൽ $60-65 ഉണ്ടാവുമായിരിക്കും. അത്ര ഉണ്ടാവും. എന്തിനാ ലിറയിലോ? 50 × 50 4,500 അപ്പോൾ 2,500 അടുത്തുണ്ടോ ലിറ. ഫുഡ് കഴിക്കാൻ പോകല്ലേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ്. നീന്റെ മേലുണ്ട് ടെറസ്. മസിൽ പിടിക്കുന്നുണ്ടോ? ബ്രേക്ക്ഫാസ്റ്റ് ചിജുക്കുണ്ട്, മീറ്റുണ്ട്, ഡ്രൈഡ് മീറ്റ്, സ്മോക്ക് തുർക്കി, മീറ്റ് തുർക്കിഷ് മസ്താവ്, ഇതിൻ്റെ കുറേ സാധനം. വെറൈറ്റി ഓഫ് അടിപൊളി വെറൈറ്റി ഉണ്ട്. ഇതൊക്കെ എന്താ സാധനം? ഇന്നൊരു പൊളി പൊളിക്കും എന്തായാലും. രാവിലത്തെ ഉച്ചക്ക് എടുത്തോട്ട് കഴിക്കല്ലേ. ആണ് സെറ്റപ്പ്. ആ ഒരു വ്യൂ ഉണ്ട്. പിന്നെ വൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളതിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കല്ലേ. പ്ലേറ്റ് എടുക്കാം. ഇനി വെറൈറ്റീസ് ഓഫ് ഡിഷസ് ഉണ്ട്, നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാം. ഇതെന്തായാലും 2 കൈ കൊണ്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് എല്ലാ ഇവിടുത്തെ സിമിത്ത് ചോക്ലേറ്റ് എന്തായാലും നമ്മൾ എല്ലാ കാര്യവും ട്രൈ ചെയ്യും. കാരണം മുതലാക്കൽ നമ്മൾ അതിൽ വേറെ വർത്താനില്ല. പുറത്തിരിക്കണുള്ളിൽ ഇരിക്കണം നോക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാ കഴിച്ചിട്ട് കാണാം. ഫുഡ് എടുത്തിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് സെറ്റ് ട്രൈ ചെയ്യുക. അങ്ങനെ ഇതെന്തെല്ലാം ഉണ്ട്? ഹാമുണ്ട്, മീറ്റുണ്ട്. ഇതൊക്കെ ഹലാൽ കേട്ടോ. മീറ്റുണ്ട്, പിന്നെ ബ്രെഡ് ഉണ്ട്, ക്രോസാൻ ഉണ്ട്, കീമാത് ബോറക്, പിന്നെ സിമിത്തുണ്ട്, സെയ്ത്തൂൻ. ഇതൊക്കെ ഒരു മെയിൻ ഡിഷാണ്. എഗ് ഉണ്ട്, ക്രീം ചീസ്, പിന്നെ അടിപൊളി വ്യൂ. അവിടെ ഒരാൾ കഴിക്കുന്നത്. എന്താ ഫുഡിൻ്റെ അവസ്ഥ? എന്നാ സെറ്റ്. ശരിയാവില്ല കേട്ടോ ഇതിൽ. അതിൻ്റെ ഉള്ളിൽ എന്താണ് മെയിൻ ഡിഷാണ്. ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി കേട്ടോ. ഒരു വെറൈറ്റി സാധനങ്ങളുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ മെയിൻ വേറെ ചീസും കാര്യങ്ങളും അവരെ മെയിൻ യോഗേർട്ട് ചീസൊക്കെ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ചീസിൽ ഉണ്ടായിട്ട്. പിന്നെ മറ്റേതുണ്ട് ഹാം, അങ്ങനത്തെ കാര്യങ്ങൾ. സ്വിച്ചൊക്കെ കാരണം ഇവിടുത്തെ ഹാം പോലത്തെ സാധനം
പിന്നെ മീറ്റിൻ്റെ ഹാം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. എന്തായാലും തിന്നിട്ട് കാണാം. ഞാൻ എന്തായാലും ഒരു സെറ്റ് കഴിഞ്ഞ്, രണ്ടാമത്തെ സെറ്റ് ഇനി ഡെസേർട്ട് എടുക്കും. ഡെസേർട്ടിൻ്റെ വെറൈറ്റി സെറ്റാണ്. ഇപ്പോൾ കഴിക്കാനും ആണെന്നുണ്ട്, പക്ഷെ കഴിക്കാനും പറ്റുന്നില്ലാത്ത അവസ്ഥയാണ്. തുർക്കി ഹാസൽനട്ടിൽ മെയിനായിട്ടോ, ഫിൻസിക്കിൽ മറ്റേ ഹാസൽനട്ട് എന്ന് പറയാം. ഫിൻസിക്കിൽ തുർക്കിയിൽ ഹാസൽനട്ട് ഭയങ്കര ഫേമസ് ആണ്. ഓരോ ഫുഡ് അധികം ഈ സ്പൈസും സാൾട്ടും ഇല്ലാത്തതുകൊണ്ട് തന്നെ മെയിൻ ടൊമാറ്റോ, പൊട്ടാറ്റോ, പിന്നെ ചിക്കനും റൈസും. മീൻസ് റൈസിൽ ഫ്ലേവർ കുറവാണ്, പച്ച റൈസ്. ഹെൽത്തിയാണ് ഏകദേശം. നല്ല പ്രായമുള്ള ആൾക്കാരൊക്കെ കൊന്നു വരുന്നതാണ്. ശരിയാണ്, 70 വയസ്സിലുള്ള ആൾക്കാർ കൊന്നു വരുന്ന ഭയങ്കര. കാരണം ഇസ്താംബുൾ ഏകദേശം എല്ലാ ലൊക്കേഷനിലും വീട്ടിൻ്റെ അവിടെ നിന്ന് മേലോട്ടേക്ക് തന്നെ കൊന്നു തരണം. എൻ്റെ അവിടെ നിന്ന് തന്നെ 7 ഫ്ലോറുണ്ട് ഒന്ന്, അതല്ലാണ്ട് 7 ഫ്ലോറിൽ ലിഫ്റ്റ് ഇല്ല. അതൊന്ന്. രണ്ടാമത് ഒന്ന് കയറുകയും ചെയ്യാം. എവിടെ ലിഫ്റ്റ് ഇല്ല? ഇസ്താംബുളിൽ എവിടെ ലിഫ്റ്റ് ഇല്ല? അധിക സ്ഥലത്തും താഴെ വീട്ടിൽ ഏകദേശം റെസ്റ്റോറൻറ്റ്സിൽ ഹോട്ടലിലൊക്കെ ഉണ്ട്, അല്ലാണ്ട് വീടുകളിൽ കുറവാണ്. ഇല്ലാതെല്ലാം ഉണ്ട്.